DW1 റീന ജോൺ. ഡിവൈഎസ്പിയുടെ മകളാ. റീന എത്രാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്? ഫൈനൽ ഇയർ ആണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണല്ലേ? കൊല്ലപ്പെട്ട സ്റ്റീഫനെ എങ്ങനെ അറിയാം? പറയൂ റീന. അത് അന്ന് എന്തിനാണ് റീന സ്റ്റീഫനെ കാണാൻ പോയത്? പറയൂ റീന. സ്റ്റീഫൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവറാണ്. ഞങ്ങളുടെ കോളേജിലെ ഒരു പ്രോഗ്രാമിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സ്റ്റീഫനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. പിന്നീട് കൂടുതൽ അടുത്തപ്പോഴാണ് സ്റ്റീവൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റീന, come on dear. Please റീന, come on. സ്റ്റീഫൻ, എപ്പോഴും ഈ ചിന്ത മാത്രമേ ഉള്ളൂ? റീന, please റീന. സ്റ്റീഫ, റീന, വിട്. സ്റ്റീഫ, റീന, please. റീന, come on റീന. റീന, come on. Please leave me. റീന, come on. റീന. സ്റ്റീഫൻ, I don't like this. റീന, please. Really love you റീന. റീന, please. റീന, ഞാൻ പറയുന്നത് കേൾക്ക്. റീന, please. റീന, please. എനിക്ക് വേണം റീന, വേണം. കേക്ക്, പറയുന്ന കേക്ക്. നിനക്കറിയില്ല ഈ സ്റ്റീഫനെ, നിന്നെക്കാളും വലിയവളുമാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഇല്ല, ഇവിടെ നിന്ന് നീ പോവില്ല. നീ എങ്ങും പോവില്ല. സ്റ്റീഫൻ, you cheated me. നീ എന്റെ അടുത്ത് എങ്ങും പോവില്ല. റീന, സ്റ്റീഫൻ. അടങ്ങടി. നിനക്കറിയില്ല സ്റ്റീഫനെ. നീ ഇവിടെ വരെ പോടി. എവിടെയാ നീ പോകുന്നേ? ഈ സ്റ്റീഫന്റെ അടുത്ത് എവിടേക്കാണ് പോകുന്നേ? Bloody. I am filing section 311 CRPC petition to re-examine the surgeon. CW8 ഡോക്ടർ ഷാജി. തലയുടെ വലതുഭാഗത്തേറ്റ ശക്തമായ ആഘാതമാണ് മരണകാരണമെന്ന് താങ്കളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അതൊരു ബിയർ ബോട്ടിൽ കൊണ്ട് അടിച്ചപ്പോഴുണ്ടായ ക്ഷതമാണോ? അല്ല, ബിയർ ബോട്ടിൽ കൊണ്ടുള്ള ക്ഷതം മരണകാരണമല്ല. മറിച്ച് മറ്റെന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് തലയിലേറ്റ പ്രഹരമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീഴ്ചയിൽ തലയിലേറ്റ ക്ഷതമോ ആകാൻ മരണകാരണം. യുവർ ഓണർ, ഡിവൈഎസ്പിയുടെ ശക്തമായ ഇടപെടൽ മൂലം കേസ് അട്ടിമറിക്കപ്പെടുകയും സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ കക്ഷിയെ ബലിയാടാക്കുകയുമാണ് ചെയ്തത്. റീന സ്റ്റീഫനെ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തിലായിരുന്നില്ല, ആത്മരക്ഷാർത്ഥമായിരുന്നു. സ്റ്റീഫനെ പോലെയുള്ള വ്യക്തികൾ സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടികളെ വശീകരിക്കുകയും അവരുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇക്കാലത്ത് കൂടി വരികയാണ്. എൻ്റെ കക്ഷി റിസോർട്ടിൽ പ്രവേശിക്കുമ്പോൾ സ്റ്റീഫനെ ആക്രമിക്കണമെന്നോ കൊല്ലണമെന്നോ ഉള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല. നിരപരാധിയായ എൻ്റെ കക്ഷി മുറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റീഫൻ മരിച്ചിരുന്നു. ഒരുപക്ഷെ മദ്യലഹരിയിലായിരുന്ന സ്റ്റീഫൻ സ്വയം വീണപ്പോൾ സംഭവിച്ചതുമാകാം. ആയതുകൊണ്ട് നിരപരാധിയായ എൻ്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. The prosecution miserably fails in proving the charge framed against the accused. In the result, I hereby acquit the accused of the offence under Section 302 IPC.
Further, I hereby order that the Home Secretary of the state should conduct departmental enquiry against the corrupted police officers involved in this case and punish them accordingly. വിധിപ്പകർപ്പ് മജിസ്ട്രേറ്റ് ഒപ്പിട്ട് ഉടനെ കിട്ടും. അതിനുശേഷം കോടതിയുടെ ചില ഫോർമാലിറ്റീസ് കഴിഞ്ഞാൽ ജോജിയെ ഉടനെ റിലീസ് ചെയ്യും. സത്യങ്ങളല്ല ഇപ്പോൾ തെളിഞ്ഞില്ലേ? അവൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. കുഞ്ഞുനാൾ മുതൽ അവനെ ഞങ്ങൾ കാണുന്നതല്ലേ. മാത്തക്കുട്ടി എവിടെ? പത്രക്കാരുടെയും മറ്റുള്ളവരുടെയും ചോദ്യങ്ങളില്ലേ, അവരങ്ങോട്ട് മാറി നിൽക്കുക. ജോജിയെ ഇപ്പോൾ റിലീസ് ചെയ്യും. എന്നാൽ ഞാൻ മാത്തുക്കുട്ടിയുടെ അടുത്ത് വിവരം ഒന്ന് പറയട്ടെ. ശരി, ഞാൻ ആ വക്കീലിനെ കണ്ടിട്ട് വരാം. ശരി. ജോജി ഇപ്പോൾ വരും കേട്ടോ. അതാ വന്നു. അമ്മേ, ഇനി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മാതാവ് നമ്മളെ കൈവിടത്തില്ലെന്ന്. നീ എന്തിനാ കരയുന്നത്? ജോജിയെ വെറുതെ വിട്ടില്ല. ജോജി എവിടെ? ജോജി ഇത് അവരുടെ അടുത്ത്. ജോജി വക്കീൽ സാർ. സാർ, സാറേ ഒരുപാട് നന്ദിയുണ്ട് സാറേ. എന്റെ ജീവിതം തിരിച്ചതിന്.